പ്രകൃതി ദുരന്ത ഭീഷണി നേരിടുന്ന മനുഷ്യർക്ക് തണലൊരുക്കി തിരുവനന്തപുരത്തെ മലയൻകീഴ് പഞ്ചായത്ത്. വീട് ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ നിർബന്ധിതരായ കോഴിക്കോട് സ്വദേശികളാണ് പഞ്ചായത്തിന്റെ സ്നേഹത്തണൽ പദ്ധതിയിലൂടെ ആദ്യം മലയൻകീഴിലെത്തിയത്. മച്ചേൽ സ്വദേശിയും യുവകവിയുമായ ഷെല്ലി സുരേഷാണ് കോഴിക്കോട് നിന്നെത്തിയ ആദ്യ അതിഥികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ചമ്മലർ മുസമ്മിലർ നബിമകൾ ഫാത്തിമ മകനുസനലിയർ ചെരവേ മറ്റഹിലുകൾ കർബല പുകിന്തേ സുമ്മാ ചമ്മലർ മുസമ്മിലർ നബിമകൾ ഫാത്തിമ. കോഴിക്കോട് മേച്ചേരിക്കുന്നിൽ നിന്ന് ഏതാണ്ട് 480 കിലോമീറ്റർ ദൂരമുണ്ട് തലസ്ഥാനത്തെ മലയൻകീഴ് എന്ന ഗ്രാമത്തിലേക്ക്. മഴവെള്ളം വീടിനെ മുക്കിയപ്പോൾ ജീവനും കയ്യിൽ പിടിച്ചിറങ്ങിയതാണ് മാപ്പിളക്കല പരിശീലകരായ അസ്ലമും ഭാര്യ സെലീനയും മകളും. മേച്ചേരിക്കുന്നിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പിലേക്ക് മാറാനായിരുന്നു ആദ്യ നിർദ്ദേശം. അപ്പം ഞങ്ങൾ പത്തനംതിട്ടയും കുഞ്ഞും ഉമ്മയും നാട്ടിലായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് മകളെ വിളിച്ചിട്ടായിരുന്നു, ഭക്ഷണമില്ല, വെള്ളമില്ല, ചുറ്റും പുഴ മാതിരിയുള്ളത്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പം ഞാൻ അന്നേക്ക് രാത്രി ഇവിടുന്ന് കയറി പോയപ്പോൾ ഞങ്ങൾ 2 മണിക്കൂറാണ് ഞങ്ങളെ വീട് അന്വേഷിച്ച് നടന്നത് ബൈക്കിൽ. അപ്പം നടന്നിട്ട് നമുക്ക് വീട്ടിലെത്താനുള്ള വഴിയില്ല. അവസാനം ഒരു വലിയൊരു കുന്ന് കയറിയിട്ട് വീട്ടിലെത്തി. മകളെ കിട്ടിയ 1-2 ജോഡി ഡ്രസ്സും എടുത്തിട്ട് പോന്നതാണ്. മലയൻകീഴ് പഞ്ചായത്തിന്റെ സ്നേഹത്തണൽ സന്ദേശം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് ഈ സമയത്താണ്. നമ്പർ എടുത്ത് വിളിച്ചു. കയറിപ്പോരാനായിരുന്നു കിട്ടിയ മറുപടി. നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ഞങ്ങൾ കാണുന്നത്. ഒരു വീടാകുമ്പോൾ നമുക്ക് സുരക്ഷിതത്വമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സുരക്ഷിതത്വം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ചേച്ചി അനുജത്തി മാതിരിയാണ് ഇവർ നമ്മളെ കാണുന്നത്. ഏറെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഇവർ മലയൻകീഴെത്തിയത്. ആതിഥേയരായ ഷെല്ലി സുരേഷും ഭാര്യ ആശയും അതിഥികളെ വീട്ടിലേക്ക് ആനയിച്ചു. ഇത് എല്ലായിടത്തും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ അവരുടെ ഒരു സംസ്കാരത്തിൽ ഇപ്പോൾ കോഴിക്കോട് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും യാത്രയും ഒഴിവാക്കാം. ഇന്നലെ വേറൊരു ഫാമിലി വിളിച്ചായിരുന്നു. അവർക്കും ഈ വയസ്സായവരെ കൊണ്ട് ഈ ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്യാനുള്ളൊരു പ്രശ്നമാണ് അവർ പറഞ്ഞത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവിന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് സ്നേഹത്തണൽ പദ്ധതിയായത്. ഇപ്പോൾ 31 വീട്ടുകാർ അതിഥികളെ സ്വീകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇത് ഒരു ഏറ്റവും ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൻ്റെ മാതൃകയാണ്. കാരണം എവിടെ നിന്നെന്നോ ആരെന്നോ അറിഞ്ഞുകൂടാത്ത മനുഷ്യർ തൻ്റെ നാട്ടിലേക്ക് വന്ന് വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ, മതവിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ, അത് അങ്ങനെ ഒന്നിച്ചു കഴിയുമ്പോൾ അത് ഏറ്റവും മികച്ച മതനിരപേക്ഷമായ, മതസൗഹാർദ്ദമായ ഒരു അന്തരീക്ഷം കൂടെ നമ്മുടെ ലോകത്തിന് മാതൃകയാക്കാൻ കഴിയും. അതിജീവിക്കും വരെ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടു പോയ ഈ മനുഷ്യരെ സ്നേഹത്തണലിലേക്ക് കൂടെ കൂട്ടാം. ഇനി ഉദിരമേ ഓലിത്തിടുമീനുമാൽ അതിഭിഷികമേ ഭാവിത്തിടും തീനുമാൽ അനദീനിടും താളവും ഭാവയും വാനരും എത്തരുമാതാവാടുത്തിടും ചമ്മലർ മുസമ്മിലറെ നബിമകൾ ഫാത്തിമ മകനുസനലിയരി ചെരവേ മറ്റഹിലുകൾ കർബല പുകിന്തേ സുമ്മാ. തിരുവനന്തപുരത്ത് നിന്നും ജിനുവിനൊപ്പം അജീഷ് കുമാർ, 24.